ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്രൂത്ത് ഫയൽ. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നരസിംഹം കമ്മിറ്റി 1 ആണ്. നരസിംഹം കമ്മിറ്റി, 2 നരസിംഹം കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ബാങ്കിങ്ങിൻ്റെ സിലബസിൽ, JCയുടെ സിലബസിൽ ബാങ്കിങ്ങിൻ്റെ പോർഷനിൽ നമുക്ക് 2 നരസിംഹം കമ്മിറ്റി 1 and 2 സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ നരസിംഹം കമ്മിറ്റി 1നെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നരസിംഹം കമ്മിറ്റി 1 വരാനുള്ള സാഹചര്യം എന്ന് നോക്കാം. എന്തിൻ്റെ ബേസിലാണ് നരസിംഹം കമ്മിറ്റി 1 അപ്പോയിൻ്റ് ചെയ്തതെന്ന് എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു? ബാങ്കുകൾ 2 പ്രാവശ്യമായിട്ട് ബാങ്ക് നാഷണലൈസേഷൻ നടന്നു. അങ്ങനെ ബാങ്കുകളിൽ നാഷണലൈസേഷൻ നടന്നതിൻ്റെ ബേസിൽ എന്ത് സംഭവിച്ചു? നാഷണലൈസേഷൻ നടന്നതിൻ്റെ ബേസിൽ ബാങ്കുകളുടെ പേയ്മെൻറ്റ് ക്യുമുലേറ്റ് ചെയ്തു. ബാങ്കുകൾ നാഷണലൈസ് ചെയ്തപ്പോൾ അതെല്ലാം എന്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയായി? ഗവൺമെൻറ്റിലേക്ക് വന്നു. ഗവൺമെൻറ് ആണല്ലോ, നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ്. അപ്പോൾ ബാങ്കുകളുടെ പേയ്മെൻറ്റ് എന്ത് ചെയ്തു? ക്യുമുലേറ്റ് ചെയ്തു. ദിസ് ക്യുമുലേറ്റഡ് വിത്ത് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഓഫ് ഇന്ത്യൻ എക്കണോമി വെയർ ഇന്ത്യ ഹാഡ് ടു ലിഫ്റ്റ് ഗോൾഡ് to International Monetary Fund to loan money to meet its financial obligation. അപ്പോൾ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് വന്നു ഇന്ത്യയിൽ. ആ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഈ ബാങ്കുകൾ നാഷണലൈസേഷൻ്റെ ബേസിൽ ബാലൻസ് പേയ്മെൻറ്റ് ക്യുമുലേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യ ഏതിലേക്ക് പോയി? ഇന്ത്യ എക്കണോമി ഈ ക്രൈസിസിലേക്ക് പോവുകയും അത് എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഗോൾഡ് റിസർവായിട്ട് വെക്കുമല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കറൻസി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഗോൾഡ് റിസർവ്സ് കീപ്പ് ചെയ്യും. ആ കീപ്പ് ചെയ്തിരുന്ന ഗോൾഡ് എവിടെ കൊണ്ടുവച്ചു? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ വെച്ചിട്ട് ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോയി. ആ ഇവൻ്റ് എന്ത് ചെയ്യപ്പെട്ടു? ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും ബാങ്കിങ് പോളിസിയെയും എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യാൻ കാരണമായി. എന്ത് ചെയ്തു? എല്ലാവരും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ബാങ്കിങ് പോളിസിയിൽ എന്ത് പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഒരു എക്കണോമിക് ലിബറലൈസേഷൻ ഉണ്ടായി. എന്നാണ് എക്കണോമിക് ലിബറലൈസേഷൻ ഇൻ ഇന്ത്യ ഇൻ 1991 എക്കണോമിക് ലിബറലൈസേഷൻ നടന്നു. ഇതിൻ്റെ ബേസിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. ഈ പ്രോബ്ലം ചെയ്തു. ആ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് എന്ത്? നരസിംഹം കമ്മിറ്റി. ആരാണ് ലീഡ് ചെയ്തത്? നരസിംഹം. ഫോർമർ RBIയുടെ ഗവർണറായിരുന്ന നരസിംഹത്തിനെ ഹെഡായിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ കമ്മിറ്റിയാണ് അറിയപ്പെടുന്നത് നരസിംഹം കമ്മിറ്റി 1 എന്നാണ് അറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത്? അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അനലൈസ് ദ ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് റീഫോംസ്. ബാങ്കിങ് റീഫോംസിനെ കുറിച്ചും ഫിനാൻഷ്യൽ സെക്ടേഴ്സിനെ അനലൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തത്? അപ്പോയിൻ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നരസിംഹം കമ്മിറ്റി 1 എന്തെന്നാണ് അറിയപ്പെടുന്നത്? കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നാണ് നരസിംഹം കമ്മിറ്റി 1 അറിയപ്പെടുന്നത്. നരസിംഹം കമ്മിറ്റി 1 എന്തെന്നാണ് അറിയപ്പെടുന്നത്? കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താണ് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം? അതാണ് നമ്മുടെ CFS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നരസിംഹം കമ്മിറ്റി 1 ആണ്. നരസിംഹം കമ്മിറ്റി 1 എന്തെന്നാണ് അറിയപ്പെടുന്നത്? കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് അപ്പോയിൻ്റ് ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിൻ്റ് ചെയ്തത്. ആരാണ് അപ്പോയിൻ്റ് ചെയ്തത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഫിനാൻസ് മിനിസ്റ്റർ സിംഗ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ 2 ഓപ്ഷൻ വന്നാലും നമുക്ക് 2 ഏതെങ്കിലും ഒരെണ്ണേ ഉണ്ടാവുള്ളൂ ഓപ്ഷനിൽ. അപ്പോൾ അതനുസരിച്ച് എഴുതാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാലും ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആണ് അപ്പോയിൻ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. ദെൻ ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നരസിംഹ റാവു ആയിരുന്നു ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ. RBIയുടെ ഗവർണർ ആരായിരുന്നു? S വെങ്കിട്ടരാമനായിരുന്നു ആ സമയത്തെ RBI ഗവർണർ എന്ന് പറയുന്ന. RBI ഗവർണർ S വെങ്കിട്ടരാമൻ. ഓക്കെ, നരസിംഹം കമ്മിറ്റി 1 എസ്റ്റാബ്ലിഷ് ചെയ്ത് ഓഗസ്റ്റ് 14, 1991 എന്നാണ്? ഓഗസ്റ്റ് 14, 1991 എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. റിപ്പോർട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണ്? നവംബർ 16, 1991 എന്നാണ്? നവംബർ 16,
നവംബർ 16, 1991 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് നവംബർ 16 ദെൻ ഡിസംബർ 17 അത് എന്ത് ചെയ്തത്, പാർലമെൻറ്റിന് റിവ്യൂവിന് വെച്ചത് ഡിസംബർ 17, 1991. എത്ര മെമ്പർ കമ്മിറ്റി ആയിരുന്നു നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്? 9 മെമ്പർ കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്. ചെയർമാൻ എം നരസിംഹമായിരുന്നു. എമ്മിൻ്റെ ഫുൾ ഫോം മൊയ്തവോലു നരസിംഹം ആണ്. ചെയർമാൻ ആരായിരുന്നു? എം നരസിംഹം. എമ്മിൻ്റെ ഫുൾ ഫോം എന്താണ്? മൊയ്തവോലു നരസിംഹം. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് നരസിംഹം കമ്മിറ്റിയുടെ ചെയർമാനായ എം നരസിംഹം? ആന്ധ്രാപ്രദേശുകാരനാണ് മൊയ്തവോലു നരസിംഹം, ഫ്രം ആന്ധ്രാപ്രദേശ്. നമ്മുടെ നരസിംഹം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന നരസിംഹം 13ാമത്തെ ഗവർണറായിരുന്നു. RBIയുടെ എത്രാമത്തെ ഗവർണറായിരുന്നു? 13ാമത്തെ ഗവർണറായിരുന്നു. മെയ് 1977 മെയ് ടു നവംബർ 1977 വരെയാണ് അദ്ദേഹം RBIയുടെ ഗവർണറായിരുന്നത്. എന്ന് മുതൽ എന്ന് വരെയാണ്? മെയ് ടു നവംബർ 1977 വരെ RBIയുടെ ഗവർണറായിരുന്ന വ്യക്തിയായിരുന്നു എം നരസിംഹം. ആ എം നരസിംഹമായിരുന്നു നരസിംഹം കമ്മിറ്റി 1ൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. എത്ര മെമ്പർ കമ്മിറ്റി ആയിരുന്നു? 9 മെമ്പർ കമ്മിറ്റി ആയിരുന്നു. അപ്പോയിൻറ്റ് ചെയ്തത് 1991 ഓഗസ്റ്റ് 14 അപ്പോയിൻറ്റ് ചെയ്തത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണ്? ഗവൺമെൻറ്റിന് നവംബർ 16, 1991 പാർലമെൻറ്റിൽ വെച്ചത് ഡിസംബർ 17, 1991 പാർലമെൻറ്റിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, ഈ നരസിംഹം കമ്മിറ്റി 1ൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആദ്യമേ ഒന്ന് പറഞ്ഞതാണ്. റിവ്യൂ ദ വർക്കിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? റിവ്യൂ ദ വർക്കിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി ആൻഡ് ടു സജസ്റ്റ് മെഷേഴ്സ് ടു റീമോഡൽ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൈസിംഗ് ദെയർ എഫിഷ്യൻസി. അപ്പോൾ എന്താണ്? റിവ്യൂ ദ വർക്കിംഗ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കൊമേഴ്ഷ്യൽ ബാങ്ക്സും മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും വർക്കിംഗ് റിവ്യൂ ചെയ്യുക. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക? സജസ്റ്റ് ചെയ്യുക മെഷേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? റീമോഡൽ എന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്? റീമോഡൽ ചെയ്യാൻ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് റീമോഡൽ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ത്? ഈ നരസിംഹം കമ്മിറ്റി 1ൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. റീമോഡൽ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൈസിംഗ് ദെയർ എഫിഷ്യൻസി. ഓക്കെ, ദെൻ നരസിംഹം കമ്മിറ്റി 1ൻ്റെ റെക്കമെൻഡേഷനാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. എന്താണ് റെക്കമെൻഡേഷൻസ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനാണ്. നരസിംഹം കമ്മിറ്റി 1ൻ്റെ ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷനാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് ക്രെഡിറ്റ് പ്രോഗ്രാംസ്. The role of this program in extending the reach of banking system to the neglected sectors of the economy. എക്കണോമിയിലെ നെഗ്ലക്റ്റഡ് സെക്ടേഴ്സിലേക്ക് എന്തെത്തിക്കുക? ബാങ്കിങ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള റെക്കമെൻഡേഷനാണ് ഡയറക്റ്റഡ് ക്രെഡിറ്റ് പ്രോഗ്രാംസ് ഡയറക്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കമ്മിറ്റി എന്ത് ചെയ്യണം? ഒരു ക്രെഡിറ്റ് കമ്മിറ്റിയെ ഫേസ് ഔട്ട് ചെയ്യണം. ദെൻ ഓൾസോ കോൾ ഫോർ ഡെഫിനിഷൻ ഓഫ് പ്രയോറിറ്റി സെക്ടേഴ്സ്. പ്രയോറിറ്റി സെക്ടേഴ്സിൻ്റെ ഒരു ഡെഫിനിഷൻ എന്തൊക്കെയാണ് പ്രയോറിറ്റി സെക്ടേഴ്സിൽ ഉൾപ്പെടുത്തേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യണം? നെഗ്ലക്റ്റഡ് സെക്ടേഴ്സിലെ, എക്കണോമിയിലെ നെഗ്ലക്റ്റഡ് സെക്ടേഴ്സിലേക്ക് എന്തെത്തിക്കണം? ബാങ്കിങ് എത്തിക്കണം എന്നുള്ളതായിരുന്നു നരസിംഹം കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നരസിംഹം കമ്മിറ്റിയുടെ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ത്? എസ്റ്റാബ്ലിഷിംഗ് ARF ട്രൈബ്യൂണൽ, അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിൽ ഒരുപാട് നോൺ പെർഫോമിംഗ് അസറ്റ്സ്, അതല്ലെങ്കിൽ ബാഡ് ലോൺസ് വളരെ കൂടുതലായിരുന്നു ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ ഈ ബാഡ് ഡെപ്റ്റും ഇങ്ങനെയുള്ള നോൺ പെർഫോമിംഗ് അസറ്റും അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണലിനെ എന്ത് ചെയ്യണം? അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണലിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ആ അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണൽ എന്ത് ചെയ്യും? അതിലൂടെ നമുക്ക് ഈ പെർസെൻറ്റേജ് ഓഫ് ബാഡ് ഡെപ്റ്റും ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് കൃത്യമായിട്ട് ബാങ്കുകളുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണലിനെ എന്ത് ചെയ്യണം? അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രൈബ്യൂണലിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എന്തായിരുന്നു? ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഡ്യുവൽ കൺട്രോൾ.
എന്താണ് റിമൂവൽ ഓഫ് ഡ്യുവൽ കൺട്രോൾ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ബാങ്കുകളുടെ കാര്യത്തിൽ എന്തായിരുന്നു, നമ്മുടെ ബാങ്കുകളെ 2 കൺട്രോളിലായിരുന്നു, 2 രീതിയിലുള്ള കൺട്രോൾ ബാങ്കുകളിൽ ഉണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ആരൊക്കെയായിരുന്നു? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ബാങ്കിങ്ങും ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും RBIയും. അങ്ങനെ 2 കൺട്രോള് എന്തിലുണ്ടായിരുന്നു? നമ്മുടെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം കൺട്രോൾ ചെയ്താൽ മതി, സോൾ റെസ്പോൺസിബിലിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. 2 കൺട്രോൾ വേണ്ട, ഓൺലി 1 കൺട്രോൾ മതി. ആര് കൺട്രോൾ ചെയ്താൽ മതി? RBI കൺട്രോൾ ചെയ്താൽ മതി. ഇതായിരുന്നു നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ CRR ആൻഡ് SLR. എന്താണ് നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്? CRR ആൻഡ് SLR റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. നരസിംഹം കമ്മിറ്റി റെക്കമെൻഡഡ് റെഡ്യൂസിങ് CRR ആൻഡ് SLR. CRRും SLRും റെഡ്യൂസ് ചെയ്യാനാണ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ആ സമയത്തെ CRRും SLRും എങ്ങനെയായിരുന്നു? വളരെയധികം ഹൈ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെഡ്യൂസ് ചെയ്യണം. എന്താണ്? SLR 38.5% നിന്ന് 25%ലേക്കും CRR 15% നിന്ന് 3 to 5%ലേക്കും ആക്കാൻ ആണ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്തത് ആരായിരുന്നു? ഗവൺമെൻറ് ആയിരുന്നു. അത് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് ആ റേറ്റ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം? ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയുടെയും ബേസിൽ വേണം ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാൻ, ഡിസൈഡ് ചെയ്യാൻ എന്നുള്ളത് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഫ്രീഡം ടു ബാങ്ക്സ്. ബാങ്കുകൾക്ക് കൂടുതൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക. ബാങ്കുകൾക്ക് എന്തിനാണ് കൂടുതൽ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത്? Narasimham Committee was selected to user in banking sector reforms. It did so advocating more freedom for banks and other financial institutions. Managing director and boards of governance of respective banks should be given adequate leverage to undertake certain action necessary to improve banks' financial health and enhance efficiency. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? കൂടുതൽ ഫ്രീഡം ആർക്ക് കൊടുക്കുകയാണ്? മാനേജിംഗ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഗവേണിങ്സ്. അവർക്ക് ബാങ്കുകളുടെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബാങ്കിൽ എന്തൊക്കെ അത്യാവശ്യം നെസസറി ആക്ഷൻസ് എടുക്കാനുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കണം എന്ന് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് ദ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിൻ്റെ റീഓർഗനൈസേഷൻ. ഇത് നരസിംഹം കമ്മിറ്റിയുടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷനാണ്. ഇത് പ്രകാരം പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ത് ചെയ്യുക? റാഷണലൈസ് ബൈ ക്യാരിങ് ഔട്ട് മേർജർ ആൻഡ് അക്വിസിഷൻ. എങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ അവർ മേർജറും അക്വിസിഷനും ഒക്കെ റാഷണലൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പാർട്ട് ഫ്രം ദിസ് RBI ഷുഡ് ലൈസൻസ് പ്രൈവറ്റ് ബാങ്ക്സ് ഇഫ് ദേ മീറ്റ് റെഗുലേറ്ററി ക്രൈറ്റീരിയ ആൻഡ് കണ്ടീഷൻ. ഇറ്റ് ഓൾസോ റെക്കമെൻഡഡ് അലൗവിങ് ഫോറിൻ ബാങ്ക്സ് ടു ജോയിൻ വിത്ത് ഇന്ത്യൻ പാർട്ട്നേഴ്സ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സെഗ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സെഗ്മെൻറ്റിലേക്ക് ആരുടെ ജോയിൻ ചെയ്യാൻ? ഫോറിൻ ബാങ്കുകളുടെ ജോയിൻ ചെയ്യുക. ടു എഫക്റ്റീവ് റീസ്ട്രക്ചർ ദ ബാങ്കിങ് സെക്ടർ, ദിസ് കമ്മിറ്റി സെഡ് that banks should be allowed to open more branches as and when they deem fit. ബാങ്കുകൾ എന്ത് ചെയ്യാം? കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക. ബാങ്കുകൾക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ലൈസൻസ് എടുക്കണമായിരുന്നു. ഒരു ബാങ്ക് തുടങ്ങുന്ന പോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് വേണമായിരുന്നു ബ്രാഞ്ചും ഓപ്പൺ ചെയ്യാൻ. പക്ഷേ ബാങ്കുകൾക്ക് ഫ്രീഡം കൊടുക്കുക ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട? ലൈസൻസ്, സെപ്പറേറ്റ് ലൈസൻസ് എടുക്കേണ്ട. എന്ത് മാത്രം എടുത്താൽ മതി? പെർമിഷൻ എടുത്താൽ മതി. അങ്ങനെ ഒരു രീതിയിലേക്ക് അവർക്ക് കൂടുതൽ ഫ്രീഡം കൊടുക്കാനായിട്ട് ഉള്ള റെക്കമെൻഡേഷൻ വന്നു. പിന്നെ എന്താണ്? നോ മോർ നാഷണലൈസേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി. ഇനി എന്ത് വേണ്ട? കൂടുതൽ നാഷണലൈസേഷൻ വേണ്ട. ബ്രാഞ്ചുകൾക്ക് ലൈസൻസിങ് പോളിസിയും അബോളിഷ് ചെയ്യുക. ലൈസൻസിങ് പോളിസിക്ക് പകരം ബാങ്കുകൾ എന്ത് ചെയ്താൽ മതി? ബാങ്കുകൾ പെർമിഷൻ എടുത്താൽ മതി, അപ്രൂവൽ എടുത്താൽ മതി. ലൈസൻസ് സെപ്പറേറ്റ് ഒരു ബാങ്ക് തുടങ്ങുന്ന മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ലൈസൻസ് എടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ,
ദെൻ നെക്സ്റ്റ് 4 ടയർ ഹൈറാർക്കി ഫോർ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിൽ 4 ടയർ ഹൈറാർക്കി കൊണ്ടുവരിക. ഒരു ടോപ്പ് ലെവലിൽ 3 മുതൽ 4 വരെയുള്ള ഒരു ലാർജ് ബാങ്കുകൾ ചേർന്ന് ടോപ്പ് ലെവലിലും അതിന് താഴെ വേറെ അങ്ങനെ 4 ടയർ ഹൈറാർക്കി ബാങ്കിങ് സ്ട്രക്ചർ കൊണ്ടുവരാൻ. ഈ ടോപ്പ് ലെയറിൽ 4 ബാങ്കുകൾ വരുന്നതിൽ SBI നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നും നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ടോപ്പ് ആൻഡ് ബോട്ടം, ടോപ്പിൽ ഇങ്ങനെ 4 ബാങ്കുകളും ബോട്ടത്തിൽ റൂറൽ ബാങ്ക്സ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റി. അങ്ങനെ 4 ടയറായിട്ട് ബാങ്കിങ് സെക്ടറിനെ ഡിവൈഡ് ചെയ്യാൻ, അങ്ങനെ ഒരു ഹൈറാർക്കി ബാങ്കിങ് സെക്ടറിൽ കൊണ്ടുവരാൻ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ദെൻ പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ട്സ്. അസറ്റുകൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് ഫുള്ളായിട്ട് അക്കൗണ്ട്സിലെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോഷർ ചെയ്യണം. പിന്നെ ഡെലിഗേഷൻ ഓഫ് ഡയറക്റ്റ് ലെൻഡിങ് ആക്ടിവിറ്റി ഓഫ് IDBI ടു സെപ്പറേറ്റ് കോർപ്പറേറ്റ് ബോഡി. IDBIയുടെ ഡയറക്റ്റ് ലെൻഡിങ് ആക്ടിവിറ്റി ഒരു സെപ്പറേറ്റ് കോർപ്പറേറ്റീവ് ബോഡിയിലേക്ക് ആക്കണം എന്നുള്ളതും നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. സൂപ്പർവൈസറി ഫംഗ്ഷൻ ഓവർ ബാങ്ക്സ് assigned to quasi autonomous body sponsored by RBI. RBI സ്പോൺസർ ചെയ്യുന്ന ക്വാസി ഓട്ടോണോമസ് ബോഡി എന്ത് ചെയ്യണം, ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യണം. RBI ഡയറക്ടർ സൂപ്പർവൈസ് ചെയ്യുന്നതിന് പകരം സെപ്പറേറ്റ് ഒരു ക്വാസി ഓട്ടോണോമസ് ബോഡി രൂപീകരിച്ച് അത് സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8% ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയുമാണ് നരസിംഹം കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.